ഇത് ഡേ 4 മോർണിംഗ് ആണ്. ഇന്നലെ ട്രാവൽ ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല, ഇന്നലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കിടന്നുറങ്ങിയതാണോ എന്നറിയില്ല. ഞാൻ ഭയങ്കര ടയേർഡാണ്. പക്ഷേ എനിക്കാണൊന്നും പറ്റുന്നില്ല. തലവേദനയുണ്ട്, മേലുവേദനയുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി, ഇത്രയും നേരം കൂടെ ഉറങ്ങിയാൽ മതി എന്നുള്ളൊരവസ്ഥയിലിരിക്കുകയാണ്. പക്ഷെ ഞാൻ രാവിലെ എണീറ്റു വർക്കൗട്ട് ചെയ്തു കേട്ടോ. ഞാൻ പുറത്ത് പോകാൻ നിന്നില്ല, ജസ്റ്റ് റൂമിൽ തന്നെ. ഇവിടെ വീട്ടിലായതുകൊണ്ട് റൂമിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. അപ്പോൾ റൂമിൽ തന്നെ ബേസിക് വർക്കൗട്ട്സ് എല്ലാം ചെയ്തു. ഒരു കാർഡിയോ ചെയ്തു, ലെഗ്സിൻ്റെ ചെയ്തു, ആംസിൻ്റെ ചെയ്തു, കോറ് ചെയ്തു, എല്ലാം കുറച്ച് എല്ലാം വേദം ചെയ്തു. കൗണ്ട്സ് ഒരു 5 to 6 to 7 ആണ് ചെയ്തത്. എല്ലാം അത്രേ പറ്റുന്നുള്ളൂ, ഒട്ടും വയ്യ. അപ്പോൾ ഇനി അമ്മ എന്തൊക്കെയോ എവിടേക്കോ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ അത് കാരണം ഞാൻ മിക്കവാറും ഫ്രൈഡേത്തെ വീഡിയോ ഒറ്റയ്ക്ക് പോസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്. അത് മിക്കവാറും മൺഡേ ഞാൻ പോസ്റ്റ് ചെയ്യും. പിന്നെ മൺഡേ രാവിലെ തന്നെ പോസ്റ്റ് ചെയ്യാം. സാറ്റർഡേയും സൺഡേയും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു വീഡിയോ ആക്കിയിട്ട് മൺഡേ ഈവനിങ് പോസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാണ്ട് കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല. വെറുതെ 1 മിനിറ്റിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൽ പോയിന്റ് ഇല്ലാന്ന് തോന്നിയ കാരണമാണ് സാറ്റർഡേ സൺഡേ വീഡിയോ വിൽ ക്ലബ് ടുഗെദർ ഇട്ട് 1 വീഡിയോ. അപ്പോൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. നോക്കാം എന്താവും. അപ്പം അങ്ങനെ നേരെ ഞങ്ങൾ പാക്കൊക്കെ ചെയ്ത് കൊടകരയിൽ പോയി, അതായത് തറവാട്ടിൽ പോയി. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ നടക്കാനിറങ്ങി. എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയോ. പാടത്തിൻ്റെ നടക്കായതുകൊണ്ട് നല്ല രസമുണ്ട് അതുവരെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഞാനും അമ്മയും കൂടെ നടന്നു വരുന്ന സമയത്ത് ആണ് വീട്ടിൽ നല്ല പച്ചമാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്. എനിക്ക് പച്ചമാങ്ങ ആക്ച്വലി ഭയങ്കര കൊതിയാണ് കേട്ടോ. അമ്മയൊന്ന് കൈ പൊക്കുവോ? കൈ പൊക്കാനും പോലും വയ്യ, തല പൊക്കി നോക്കുന്നുണ്ട്. ഇതെന്താ കൊറ്റിയൊക്കെ നോക്കണ പോലെ ഉണ്ടമ്മ. അപ്പോൾ വിഷുവൊക്കെ ആയ സ്ഥിതിക്ക് ഞങ്ങളുടെ വീട്ടിലെങ്ങനെയാണ് വിഷുക്കണി സെറ്റ് ചെയ്യണമെന്നൊന്ന് കാണിച്ചു തരാം. ആദ്യം ഉരുളി വെച്ചിട്ട് ഉരുളിയിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് അരിയാണ്. ഈ നിലമൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കിയതാണ് കേട്ടോ. ഞങ്ങൾക്ക് പൂജാമുറി എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ലാത്ത കാരണം ഒരു നിലത്ത് തന്നെ ഹാളിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉരുളിക്കകത്ത് അരിയൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു അലക്കി തേച്ച മുണ്ട് വെച്ചു. പിന്നെ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ, കണി വെള്ളരി. അത് കഴിഞ്ഞ് ഈ വെക്കുന്നത് ആക്ച്വലി അത് അവനെടുത്ത് നോക്കുകയാണ്, അപ്പോൾ എടുത്ത് നോക്കുന്നതാണ്. അത് വിഷ്ണു സഹസ്രനാമ സ്തോത്രമാണ്. അത് ഞാൻ ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയപ്പോൾ അവിടെ ലുലുവിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. നല്ല ഭംഗി കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അത് സഹസ്രനാമത്തിൻ്റെ ബുക്ക് തന്നെയാണ്. അപ്പോൾ ബുക്കിന് പകരം ഞങ്ങൾ വെച്ചു എന്നേ ഉള്ളൂ. സാധാരണ പുസ്തകമാണ് വെക്കുക, അപ്പോൾ ഞങ്ങൾ ബുക്കിന് പകരം താളിയോല വെച്ചു എന്നേ ഉള്ളൂ. അതിനുശേഷം ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയിൽ ഒരു ഭംഗിക്കിരിക്കാൻ വേണ്ടിയിട്ട് പുറകിൽ ഇതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫാൻ പോലത്തെ ഒരു സാധനമുണ്ട്. അത് തുണി തന്നെ ഇരിക്കും. അത് കഴിഞ്ഞ് ഞാൻ വെച്ചത് ആറന്മുള വാൽക്കണ്ണാടിയാണ്. അത് ഇന്നമ്മ ഞാൻ വിളിക്കുന്നത് അമ്മയുടെ ചേച്ചിയാണ്. അപ്പോൾ അമ്മയുടെ ചേച്ചിക്ക് ബർത്ത്ഡേക്ക് കൊടുത്ത ഗിഫ്റ്റായിരുന്നു ഒരു ആറന്മുള വാൽക്കണ്ണാടി. അതിനുശേഷം ഗുരുവായൂരപ്പന് ഒരു മാലയൊക്കെ ഇടിച്ചു കൊടുത്ത് മാറ്റി വെച്ചു. അതിനുശേഷം വയ്ക്കുന്ന കൊന്നപ്പൂവാണ്. കൊന്നപ്പൂ ഇല്ലാതെ എന്ത് വിഷു അല്ലേ. അതിപ്പോൾ ഞാനും എൻ്റെ കസിനും കൂടെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊന്നപ്പൂ വയ്ക്കുകയാണ്. അങ്ങനെ ഉള്ള കുറച്ചേ കിട്ടുള്ളൂ ഇപ്രാവശ്യം കൊന്നപ്പൂ. അപ്പോൾ കിട്ടിയത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ആ ഉരുളിക്കകത്തു നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന പോലെ, നിറഞ്ഞു നിൽക്കുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ അതങ്ങനെ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് ഉള്ളത് മുഴുവനും വാരിക്കൂട്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വയ്ക്കേണ്ടത് കൃഷ്ണൻ്റെ ഒരു വിഗ്രഹമാണ്. ഇത് കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ എടുക്കുന്ന ഒരു കൃഷ്ണൻ്റെ വിഗ്രഹമാണ് ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ അതിനുശേഷം കൂടെ വയ്ക്കുന്ന മയിൽപ്പീലി, ഫ്ലൂട്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചു. എനിക്ക് തോന്നുന്നു ഫ്ലൂട്ട് വെച്ചില്ല, ഫ്ലൂട്ട് പിന്നെ മാറ്റി വെച്ചു. അതെ, ഫ്ലൂട്ട് മാറ്റി വെച്ചു, ഫ്ലൂട്ട് വെച്ചിട്ടില്ല. അങ്ങനെ അതൊക്കെ വെച്ചതിന് ശേഷം അമ്മ എനിക്ക് താലം കൊണ്ടുതരാണ്. താലത്തിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് ഫ്രൂട്ട്സാണ്. അപ്പോൾ പണ്ടൊക്കെ വീട്ടിലുണ്ടാവുന്ന ഫ്രൂട്ട്സൊക്കെയാണ് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആരുടെ വീട്ടിലെന്തുണ്ടാവാൻ, മാങ്ങ മാത്രം ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ്, ബാക്കിയെല്ലാം വാങ്ങിച്ചാണ് കേട്ടോ. പക്ഷെ അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് എന്തൊക്കെയൊക്കെയോ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കിണ്ടിയിൽ വെള്ളം, അതിനുശേഷം നിറവറയും വാൽക്കണ്ണാടിയും കൂടെ വെച്ചു. പക്ഷേ ലാസ്റ്റ് ഞങ്ങൾ ഇത് ഒന്നും കൂടെ ഒന്ന് ഷേപ്പ് മാറ്റിയായിരുന്നു. അത് ഫോട്ടോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം തേങ്ങ പൊതിച്ച് 2ആയിട്ട് മുറിച്ചിട്ട് അതിൽ തിരി കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കത്തിക്കും. അങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് ഓക്കെ ആണോ, എന്തെങ്കിലുമൊക്കെ വിട്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കി
ഹനുമാൻ്റെ താലം അതും നമ്മുടെ നാട്ടിൽ മസ്റ്റാണ്. അതൊക്കെ വെച്ച് പിന്നെ രൂപം മാറ്റിയത് പിന്നെ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് എനിക്ക് വിശന്നപ്പോൾ ഞാൻ വേഗം ചപ്പാത്തിയും പനീർ കറിയായിരുന്നു രാത്രി ഉണ്ടാക്കിയത് എൻ്റെ അമ്മ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ കാപ്പിയൊന്നും കുടിക്കാൻ നിന്നില്ല. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്റ്റെപ്പിൽ പോയിരുന്നാണ് കഴിച്ചത്. അവിടെ നമ്മൾ വിഷുക്കണി ഒരുക്കിയത് കാരണം ഹോളിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം പിന്നിൽ സ്റ്റെപ്പിൽ പോയിരുന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. പിറ്റേ ദിവസം വിഷുക്കണി സെറ്റ് ചെയ്തതിൻ്റെ ഫോട്ടോ ആണിത്. അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ബിക്കോസ് ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നില്ല. ഉറക്കം എണീറ്റിട്ടല്ലേ നമ്മൾ വിഷുക്കണി കാണുന്നത്. അപ്പോൾ അത് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ കുറച്ച് നല്ല ഫോട്ടോസ് എനിക്ക് എൻ്റെ കസിൻ എടുത്തു തന്നായിരുന്നു. ഞാനും അമ്മയും അമ്മൂമ്മയും എല്ലാവരും കൂടെയുള്ള ഫോട്ടോസും വിഷുക്കണി കാണുന്നതിൻ്റെ ഫോട്ടോസൊക്കെ കുറച്ച് എടുത്തു തന്നിരുന്നു. അത് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ വീഡിയോ ഒന്നുമില്ല. പക്ഷേ ഞാൻ ഒരു വിഷു ഗെറ്റ് റെഡി വിത്ത് മീ സ്പെഷ്യൽ വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വിഷു സദ്യയൊക്കെ കഴിച്ചു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇതായി. അപ്പോൾ രാവിലെ ഒരു രസമുണ്ടായി. ഞാനിങ്ങനെ രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പഠിക്കാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നമ്മൾ സ്ഥിരം ഒരു രസമാണല്ലോ ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ. വിഷുവിൻ്റെ ദിവസമാട്ടോ. വിഷുക്കണിയൊക്കെ കണ്ട് പലക തേച്ച് എല്ലാം സെറ്റായിട്ടിരുന്ന് ചായ കുടിക്കുകയാണ്. ഞങ്ങളുടെ വണ്ടി ദേ അവിടെ കിടപ്പുണ്ട്. അപ്പോഴാണ് ഒരു സ്പെഷ്യൽ താരത്തിൻ്റെ എൻട്രി. ഇവനെ എവിടെ പോയി കിടക്കായിരുന്നു എന്ന് എനിക്കറിയാം. ഞങ്ങളുടെ വീട്ടിലെ പൂച്ചയല്ല, പക്ഷേ എപ്പോൾ നോക്കിയാലും ഞങ്ങളുടെ വീട്ടിൽ കാണും. അപ്പോൾ ഇവനിങ്ങനെ വന്ന് ഒരുപാടിങ്ങനെ നോക്കി. വിഷുക്കണിയൊന്നും ചെയ്തില്ല കേട്ടോ. പക്ഷേ ഇതിങ്ങനെ നോക്കി ഇതായിട്ടിരിക്കുന്ന സമയത്താണ് വന്നത്. പിന്നെ രാത്രി ഞാനും സുപ്പും കൂടെ പ്രേമലു കണ്ടു. പ്രേമലു കഴിക്കണ നേരത്തെ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണമല്ലോ. അപ്പോൾ ഞങ്ങൾ പോപ്കോൺ ഉണ്ടാക്കി, പൈനാപ്പിൾ പിന്നെ വാട്ടർമെലൺ ജ്യൂസ് വളരെ ഹെൽത്തി ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു. അപ്പോൾ ആക്ച്വലി എനിക്ക് വിഷു സ്പെഷ്യൽ വ്ളോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയൊക്കെ കാണിക്കാനുള്ളൂ. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഫാമിലി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ അധികം വ്ളോഗൊന്നും ചെയ്യാൻ തോന്നില്ല. അവരുമായിട്ട് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാനേ തോന്നുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചത് ശരിക്കും ആ വിഷുക്കണിയൊക്കെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളൊരു ഐഡിയയിലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഷോർട്ട് വീഡിയോയിൽ ഇത് നമുക്ക് അടുത്ത പ്രാവശ്യത്തെ വീഡിയോയിൽ ശരിയാക്കാം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു വിഷു സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.